ഇവിടെ പാട്ടുകാരും കളിക്കാരും എല്ലാം ഒന്നാണ്. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ മ്യൂസിക് ഇത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കളിക്കുന്ന ആൾ തന്നെ കൊട്ടും, കൊട്ടുന്ന ആൾ തന്നെ പാടും, പാടുന്ന ആൾ തന്നെ കളിക്കും. അങ്ങനെയാണ്. ഓക്കെ, അവിടെ 1 2 3 4 സംസ്ഥാനത്ത് നിങ്ങൾ പോകണം. ഓക്കെ ഓക്കെ. മറ്റെല്ലാ നൃത്തങ്ങൾക്കും ഭയങ്കര കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇതിനകത്ത് ഒരു കോമ്പറ്റീഷൻ ഇല്ല. എളുപ്പത്തിൽ എന്ത് ചെയ്യാം, സംസ്ഥാന തലങ്ങളിൽ പോകാം, ഗ്രേഡ് നേടാം. ഓക്കെ, ബൈ ബൈ. പാട്ടുകൾ, നാടൻ പാട്ടുകൾ പഠിക്കുക കേട്ടാ. നാടൻ പാട്ടുകാരാവുക. നാടിന്റെ പാട്ടാണ് നാടൻ പാട്ടുകൾ കേട്ടാ. സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ എല്ലാവരും നന്ദി അറിയിക്കുന്നുണ്ട്. അതിന് മുമ്പ് 2 വാക്ക് പറഞ്ഞതിന് ശേഷം നന്ദിയുടെ സംസ്ഥാനത്തേരി മേഖലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ദാസിനെ പ്രിയപ്പെട്ട മാധ്യമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. അഭിപ്രായം പറയാം. ഓക്കെ, റിവ്യൂ പറയാം. ഓക്കെ, രണ്ടുപേരോ രണ്ടുപേര് വന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അവസരമാണ്. അപ്പോൾ വേഗം പഠിച്ചു. പുതിയത് പഠിച്ചു. പുതിയ കുറെ പാട്ടുകൾ അറിയാൻ പറ്റി. നല്ലതല്ല. അതേപോലെ നാടൻപാട്ട് പഠിക്കുന്നത് എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്താ? എല്ലാവരുടെ പാട്ടും കേട്ടില്ലേ നമുക്ക്? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ നാടൻ പാട്ട് നമ്മുടെ പാകിസ്ഥാനിലെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മലയാള കലാകാരന്മാരുടെ വികസിക്കുന്ന അതിൻ്റെ കർമ്മ ഒരു ശില്പശാല, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാടൻ പാട്ടിൻ്റെ ഒരു വൈഭവം മനസ്സിലാക്കുന്നതിന് വേണ്ടി പോക്കുലർ ദേവാലയമായ ശ്രീ
പ്രാക്ടീസ് വൈകി അദ്ദേഹമാണ് ഇത്രയും വന്നു പറയുന്നത്. ഇതിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്കും അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ നാടൻ സംഗീതം അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മന്ത്രി സാറിന് നമ്മ വയനാട് ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ ഇന്നത്തെ ഈ ശില്പശാലയുടെ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഇത് നമുക്ക് മറ്റൊരു സമയമാണ്. ഇത് കഴിഞ്ഞ് അപ്പോൾ പ്രത്യേകം ഒരിക്കൽ കൂടി മന്ത്രി സാറിന് ഹൃദയം പറഞ്ഞ് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കാം, നമ്മുടെ ഉച്ചവരെയുള്ള സെഷൻ ഇവിടെ പൂർത്തിയായി. എല്ലാവരും തന്നെ അത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടു സന്തോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ചിലപ്പോൾ അതിനനുസരിച്ച് പോകാൻ പറ്റില്ല. എങ്കിലും ശരി, ഇനി നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് വരികയാണ്. അവിടെ ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാത്രം അവിടെ വെച്ചിട്ടുണ്ട്, പാത്രം എടുക്കുക, ഭക്ഷണം വാങ്ങുക, വേണ്ടത് വാങ്ങി കഴിക്കുക, ഇഷ്ടംപോലെ വാങ്ങി കഴിക്കുക. പക്ഷെ ആവശ്യത്തിനുള്ള ആദ്യം വാങ്ങി കിട്ടി. അതിനുശേഷം ഇതൊരു ക്യാമ്പാണ്. ഒരു ക്യാമ്പ് സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇതൊരു പരിസ്ഥിതി സംഘടനയായിട്ടുള്ള വൈസ്കയുടെ ക്യാമ്പ് നടത്തുന്ന ഇടമാണ്. അപ്പം ഇവിടെ നമ്മൾ വളരെയധികം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് എറിയാൻ പാടില്ല, മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. പിന്നെ നമുക്ക് ഗാന്ധിജി പഠിപ്പിച്ചൊരു കാര്യമില്ല, നമ്മൾ തന്നെ എല്ലാം വൃത്തിയാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഇടാൻ ചെറിയ പാത്രമുണ്ട്, അത് വേസ്റ്റ് ഇടാം, പാത്രം ഒന്ന് കഴുകിയിട്ട് അവിടെ പറയാൻ മതി. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് ഭക്ഷണത്തിന് എല്ലാവർക്കും ഭക്ഷണം. ഓക്കെ, ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള ഇവിടെ ഉണ്ട്.